പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് തിരൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന കുറുക്കോളി മൊയ്തീൻ സാഹിബിന്റെ വിജയസാധ്യതകളെക്കുറിച്ച് പ്രവർത്തകരുടെ നിലപാടുകളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കുന്ന ആവേശകരമായ വിശേഷങ്ങളാണ്. നിങ്ങളുടെ പേര് പറയും. എന്റെ പേര് ഹംസ. ഹംസ, എവിടെയാണ്? ഏത് പഞ്ചായത്താ? കൽപ്പകഞ്ചേരി പഞ്ചായത്ത് 1-ാം വാർഡ്. കൽപ്പഞ്ചേരി പഞ്ചായത്ത് 1-ാം വാർഡ്. അപ്പൊ പ്രവർത്തകനാണ്. അപ്പൊ നിങ്ങളിതാ റോഡ് ഷോ വരുന്നുണ്ട്. അപ്പൊ സ്വീകരിക്കാൻ നിൽക്കാം, മാല ഇടാൻ നിൽക്കുകയാണ് അല്ലേ? അതിന് വേണ്ടിയാണ് മാല റെഡിയാക്കുന്നത്. ഓക്കെ. നിങ്ങൾ ഏത് പഞ്ചായത്താ? ആദവനാട് പഞ്ചായത്ത്. എത്രാം വാർഡാ? 1-ാം വാർഡ്. റോഡ് ഷോ വരുന്നുണ്ട്. MLA വരുന്നുണ്ട്, മുൻ MLA വരുന്നുണ്ട്, UDF സ്ഥാനാർത്ഥി വരുന്നുണ്ട്, പിന്നെ മുന്നപ്രവർത്തകങ്ങളുണ്ട്. വലിയൊരു ടീം അവിടെ നിന്ന് വരികയാണ്. അപ്പൊ മാലയിടാനുള്ള പരിപാടിയാണ് അല്ലേ? തിരൂർ മണ്ഡലം കമ്മിറ്റിന്റെ ലീഗിന്റെ പോഷകത ലീഗിന്റെ. ഓക്കെ. നിങ്ങളെ പേരെന്താ? എന്തായാലും എന്റെ പേര് ഷഹീർ. ഏതാ പഞ്ചായത്ത്? ആദവനാട് പഞ്ചായത്ത്. ആദവനാട് പഞ്ചായത്ത്. എത്രാം വാർഡാ? നമ്മളെ 24-ാം വാർഡ്. 24-ാം വാർഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി സ്വീകരിക്കാൻ നിൽക്കുകയാണ് അല്ലേ? പാർട്ടിയുടെ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയാണല്ലോ അല്ലേ? അപ്പൊ മുൻ MLA അങ്ങോട്ട് വരും, UDF സ്ഥാനാർത്ഥി ഇങ്ങോട്ട് കടന്നു വരും, കൂടെ തങ്ങളും ഉണ്ട്, മുന്നപ്രവർത്തകങ്ങളും ഉണ്ട്. അപ്പൊ ഇൻഷാല്ലാ അല്പസമയത്തിനുള്ളിൽ വരും. റോഡൊക്കെ നല്ല ബ്ലോക്കാ, കാരണം നല്ല ജനപങ്കാളിത്ത. 4 മണിക്കൂർ 4 മണിക്ക് എത്തിയാ തുടങ്ങിയല്ലേ? 24-ാം വാർഡിലെ സിറ്റിന്റെ പ്രസിഡന്റ്. എന്താ പേരെന്താ? എന്റെ പേര് യൂസഫ്. എങ്ങനെയുണ്ട്? ഇലക്ഷൻ വരാൻ പോവാ? ഇലക്ഷൻ വരാൻ പോവാണെങ്കിൽ ഞങ്ങള് ബൂത്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ അഭിനയിച്ചിട്ട് വാർഡടിസ്ഥാനത്തിൽ ഞങ്ങള് നല്ല വലിയ ഭൂരിപക്ഷം കൊടുക്കും. ഇവിടെ ഞങ്ങളെ ലീഗിന്റെ കുത്തകയാണ്. നിങ്ങള് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പില് വലിയ മുന്നേറ്റം നടത്തിയ പഞ്ചായത്താണ് ആദവനാട്. ആ മുന്നേറ്റം, ആ ലീഡും കുറുക്കോളി മൊയ്തീന് വേണ്ടി കൊടുക്കുവോ? ആ ലീഡ് ഞങ്ങളെ ഉറപ്പായി കൂടുതലുണ്ടാവും. അതിൽ കൂടുതലുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് പഞ്ചായത്തിന് കുറച്ച് വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷെ ഇതില് അത് അതിനായിട്ട് കൂടുതലുണ്ടാവും, കൂടുതലായിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ കുറുക്കോളിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നാണ് കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും വർദ്ധിക്കും. ഇവിടെ ഏത് ശക്തി വന്നാലും അത് കുറുക്കോളിക്കുള്ള ഭൂരിപക്ഷം അല്ല. പിന്നെ കുറുക്കോളി തികച്ചും ഒരു സാധാരണക്കാരനാണല്ലോ, ആർക്കും എപ്പോഴും ഓടിച്ചെന്ന് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം. പിന്നെ നന്നേ ചെറുപ്പം മുതലേ പൊതുപ്രവർത്തന മേഖലയിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വരട്ടെ. മറ്റുള്ളവർ മോശം എന്ന് നമ്മൾ പറയുന്നില്ല, എങ്കിലും ഉള്ളതിൽ മെച്ചം. അങ്ങനെ കുറെ സത്യസന്ധനായ അഴിമതിയുടെ കാരണം പോലും കയ്യിൽ നടന്നാത്ത ഒരാളാണ്. അതാണ് കുറുക്കോളികളുടെ സാധാരണയായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷ വോട്ടുകൾ ധാരാളമായിട്ട് സമാഹരിക്കാൻ കുറുക്കോളിക്ക് സാധിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഓക്കെ, നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു. റാലി വരുന്നുണ്ട്, അപ്പൊ അത് സ്വീകരിക്കാൻ നിൽക്കുകയാണ്. റാലി വരുന്നുണ്ടല്ലോ അല്ലേ? റാലിയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ സ്വീകരിക്കാൻ നമ്മളൊരു ഇവിടുത്തെ ആദവനാട് പഞ്ചായത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഇതോടുകൂടി ഇന്ന് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങളവിടെ സ്വാഗതം ചെയ്യൂലേ? ഞങ്ങളെ വാർഡിക്കുള്ള സ്വാഗതം, പഞ്ചായത്തുക്കുള്ള സ്വാഗതം ഞങ്ങൾ അതിർത്തിയിലാണ് ഞങ്ങൾ. ഓക്കെ. സന്തോഷം. ഇപ്പുറത്തൊരാളുണ്ട്. നിങ്ങൾ ആദവനാട് പഞ്ചായത്തിന് ചോദിച്ചില്ലേ? കൽപ്പഞ്ചേരി പഞ്ചായത്താണ്. ഇത് കൽപ്പഞ്ചേരി പഞ്ചായത്തായിരുന്നു കേട്ടാ. ആ പേരെന്ന് പറഞ്ഞാൽ ആൾക്കാർ കേട്ടോട്ടെ, എനിക്കറിഞ്ഞാലും. പൊക്കി പിടിച്ചാൽ വയ്ക്കാം. മാമ്പ്ര. നിങ്ങളേതാ വാർഡ്? കൽപ്പഞ്ചേരി പഞ്ചായത്ത് 14-ാം വാർഡ്. എന്താണ് അഭിപ്രായം? ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയാണ് കുറുക്കോളി മൊയ്തീൻ. കാരണം ഒരു കളങ്കമില്ലാത്ത ഒരു ഹൃദയശുദ്ധിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോ അതുപരമായിട്ടും എല്ലാം വളരെ അഴിമതി ഉണ്ടാവില്ല. അഴിമതിയില്ല. അതുകൊണ്ട് കുറെ നിഷ്പക്ഷ വോട്ടുകളൊക്കെ സമാഹരിക്കാൻ അവർക്ക് സാധിക്കും. കാരണം ജനകീയനായ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലാണ് മൂപ്പര സ്ഥാനം. അതിന് മറ്റുള്ള പ്രതിരോധമൊന്നും ബാധിക്കൂല. അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം. അപ്പൊ കൽപ്പഞ്ചേരി ആദവനാട് പഞ്ചായത്തിന്റെ അഭിപ്രായം കിട്ടി, കൽപ്പഞ്ചേരി പഞ്ചായത്തിന്റെ അഭിപ്രായം കിട്ടി. നിങ്ങളുടെ വേറെ ഏതാ പഞ്ചായത്തിലുണ്ടോ നോക്കുക. ഇത് അപ്പുറത്തൊരാളുണ്ടല്ലോ, നിങ്ങളും കൽപ്പഞ്ചേരി പഞ്ചായത്തല്ലേ? കൽപ്പഞ്ചേരി പഞ്ചായത്ത് 13-ാം വാർഡ്. 11-ാം വാർഡ്. പഴയ 11 പുതിയത്. ഓക്കെ, ഞാൻ നിങ്ങൾ അതിനാണ്. അപ്പൊ ഓക്കെ, എന്താണ് വമ്പം പരിപാടി വരണ്ടല്ലോ, റോഡ് ഷോ വരണ്ടല്ലോ? റോഡ് ഷോ നോട്ടിരിക്കണതിന്റെ മുന്നാലായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്, ഇവിടെ സ്വീകരണം കൊടുക്കാൻ വേണ്ടിട്ട്. അതിനായിട്ട് കയറി വന്നല്ലേ? കുറുക്കോളി മൊയ്തീന് നല്ല ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ ഭൂരിപക്ഷം കൊടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. തിരൂരിൽ നടന്ന റാലിയില് വലിയ
ആധിപത്യം ഉണ്ടായി. അതെ അതെ അപ്പൊ യുവാക്കളുടെ ആധിപത്യമാണ് കണ്ടത്. ആ. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിലും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യം കൊടുക്കാൻ കഴിയും. മൊയ്തീൻ്റെ പ്രവർത്തനങ്ങൾ അത്രയും ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി പോയ ഒരു പ്രവർത്തനങ്ങളാണ്. നല്ല കളങ്കമില്ലാത്ത കറയില്ലാത്ത അഴിമതിയില്ലാത്ത നല്ലൊരു ജനകീയനായ നേതാവാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും അതിലും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യം കിട്ടുമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. ഞാനിപ്പോ ഒരു കാര്യം അറിഞ്ഞു, ഈ യാദവനാട് പഞ്ചായത്തും കൽപ്പഞ്ചേരി പഞ്ചായത്തും കൂടെ ഒരു മത്സരം നടക്കുകയാണെന്ന് അറിഞ്ഞു. ഇതിനിടയിൽ വേറെ മത്സരം ഉണ്ടാവില്ല. എന്താ മത്സരം എന്ന് വെച്ചാല് സാധാരണ കൽപ്പഞ്ചേരി പഞ്ചായത്താണ് വലിയ ലീഡ് കൊടുക്കല്. അപ്പൊ ഇപ്രാവശ്യം കൽപ്പഞ്ചേരി പഞ്ചായത്തിന്റെ ലീഡിനെ കവർ ചെയ്തുകൊണ്ട് എന്താ പറയുക ആദവനാട് പഞ്ചായത്ത് മുന്നേറുന്ന പറഞ്ഞത്. തീർച്ചയായിട്ടും കൽപ്പഞ്ചേരി പഞ്ചായത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറാവോ? തീർച്ചയായും ഒരിക്കലും വിട്ടുകൊടുക്കില്ല. കാരണം കൽപ്പകഞ്ചേരി പഞ്ചായത്ത് എന്നും ഇതുവരെ കിട്ടാത്ത അത്രയും വലിയ മൃഗീയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ലീഗിന്റെ കുത്തകയായ പഞ്ചായത്താണ് പിന്നെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത്. അതിലും കൂടുതൽ ഭൂരിപക്ഷം ഈ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കും എന്നാണ് വിശ്വാസം. അതുപോലെ നല്ല നല്ല ജനങ്ങളുടെ എല്ലാവരുടെയും നല്ല ഇത് ഞങ്ങൾ കിട്ടുന്നുണ്ട്, സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളാണ് ഞാനൊക്കെ. അതിന്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു ഭൂരിപക്ഷം കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ പ്രതീക്ഷ. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള പുതിയ പുതിയ തിരഞ്ഞെടുപ്പ് വാർത്തകൾ തുടർന്നും വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ താല്പര്യപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകണ്ട. നിങ്ങളുടെ പ്രതികരണവും അറിയിക്കാൻ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.